ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നോർത്ത് വെസ്റ്റ് മലയാളി. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കമന്റ് റെസ്പോൺസ് വീഡിയോ ആയിട്ടാണ്. അതെ, അപ്പം ഇത് ഒരു കമന്റ് അല്ല, പല കമന്റ്സിനുള്ള റെസ്പോൺസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, അതിൻ്റെ അകത്തൊരു പഴം എന്നുള്ളൊരു വാക്ക് കഴിഞ്ഞ ഒരു കോമിക്കായിട്ട് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അത് ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെ എൻ്റെ ഹതഭാഗ്യനായ ഭർത്താവിന് അതിൽ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ തരണം ചെയ്ത് പോകുന്നു എന്ന് വരെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയത്തില്ല ഇനിയിപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ആ ഫ്രെയിമിൽ നിന്നും ഞാൻ വെളിയിൽ പോയോ അതോ എന്താ പറയുക, നിങ്ങൾ ഉദ്ദേശിച്ച ആ ചിട്ട, അതായത് ഗേൾ എന്ന് അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് പറയുമ്പോൾ ഉള്ള ഒരു ചിട്ടാവട്ടത്തിൽ നിന്ന് ഞാൻ പുറത്തു പോയതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത് അറിയത്തില്ല. ഇനി ആ പഴം എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞതാണോ പ്രശ്നമായതെന്നും മനസ്സിലായില്ല. അപ്പോൾ കമൻറ്റിൽ ആളുടെ വായിൽ കുറച്ച് മണ്ണ് വരെ വാരിയിടാൻ പറഞ്ഞു. പക്ഷേ ഫ്രണ്ട്സ്, ഇവിടെ മണ്ണ് കിട്ടത്തില്ല, മണ്ണില്ല. ഇപ്പോൾ മഞ്ഞിട്ടാ മതിയോ? വിൻ്റർ ആയതുകൊണ്ട് മഞ്ഞ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്ന് പറഞ്ഞാലേ, ഒരു സ്ത്രീ, അതായത് ഒരു പെണ്ണ് പറഞ്ഞുകൊണ്ടാണ് അത് ഇത്ര സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ആളെ കളഞ്ഞിട്ട് പോകും, വേറെ പൊക്കൂടെ, എന്തിനാണ് അങ്ങനെയൊക്കെ. അങ്ങനെ മാത്രമല്ല, എന്താ പറയുക, ഇത് കളഞ്ഞിട്ട് കനേഡിയന് എടുക്കാൻ പറഞ്ഞായിരുന്നു. അല്ല, ഈ എനിക്ക് തരാൻ പറ്റാത്ത ഇക്വാലിറ്റി എങ്ങനെ കനേഡിയന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പഴം എന്ന് പറഞ്ഞാൽ ലിറ്ററലി അത് കറക്റ്റ് അല്ലേ? മോശം വേടല്ലല്ലോ പഴം എന്ന് പറഞ്ഞാൽ. അല്ല, പഴം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മോശം വേടല്ല, ഫ്രൂട്ട് അല്ലേ? അതെ. പിന്നെ നമ്മുടെ സൊസൈറ്റി കുറച്ച് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്ന പുരുഷനും താഴെ സ്ത്രീയുമാണ്. അപ്പോൾ ആൾക്ക്, അതായത് പുരുഷന് എന്തും സ്ത്രീയോട് പറയാം, അത് ദേ ഡോണ്ട് കെയർ. ബട്ട് ഒരു സ്ത്രീ എന്തോ ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകും. അപ്പോൾ അതല്ല ഞങ്ങളുടെ ഇപ്പോഴത്തെ വിഷയം. ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു പാവാടയുമായിട്ടാണ്, ഒരു ചെറിയൊരു പാവാട കമന്റ്. അതെ. അപ്പം പൊതുവെ എനിക്ക് തോന്നുന്ന മെൻഷൻ ചെയ്തവർ എല്ലാവരും സ്പൗസ് വിസേനെ ആയിരിക്കാം റെക്കമെൻഡ്, ആ ഒരു സംഭവം വെച്ചിട്ട് ഉദ്ദേശിക്കുന്ന സ്പൗസ് വിസേനെ ആയിരിക്കാം. അപ്പം അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ UK പോകുന്നവർക്ക് ഈ പറഞ്ഞ പോലെ സ്പൗസ് ഐദർ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് പഠിക്കാനോ വർക്ക് പെർമിറ്റിനോ ആയിട്ട് പോകുമ്പോൾ കൂടിയുള്ള സ്പൗസിനെ അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ടുഗെദർ ആയിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് വെച്ചേക്കുന്ന ഒരു ക്രൈറ്റീരിയയാണ് സ്പൗസ് വിസ. അപ്പം ആ സ്പൗസ് വിസയിൽ വരുന്നവരാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് ചെയ്യുന്നത്. അതായത് മറ്റേ പഠിക്കുമ്പോഴും ഈ സ്പൗസ് വിസയിലുള്ള ആളായിരിക്കാം 2 ജോബ് ചെയ്യുന്നത്. നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്, അതായത് പട്ടിപ്പണി. മലയാളത്തിൽ പറഞ്ഞാൽ കഷ്ടപ്പാടും ദുരിതവും സ്പൗസിനാണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് ടൈം കറക്റ്റ് ആകാതെ വരുമ്പോൾ ഫാമിലി ലൈഫ്, ലോണ്, കാര്യങ്ങളൊക്കെ ലിഫ്റ്റപ്പ് ചെയ്യണ്ടേ. പിന്നെ അതുമല്ല, ഈ പാവാട എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട സാധനമാണോ? എനിക്കറിയത്തില്ല കേട്ടോ. ന്യൂഡിറ്റി മറക്കാനുള്ള ഒരു വസ്തു. അപ്പോൾ ഈ കമന്റ് ചെയ്തവരൊന്ന് ആലോചിച്ച് നോക്കണം. പാവാട ഇടുന്നവർ നമ്മുടെ വീട്ടിലുണ്ട്. കാര്യം അവർ പാവാട ഇട്ടില്ല പുറത്തോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ, അല്ലേ? അതെ. ഇനി ഇത് പോട്ടെ, വേറൊരു കാര്യം. ഇപ്പം ഞാൻ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് പുറകെ വന്നത് കൊണ്ടാണോ ഇതിന് പാവാട വിസ എന്ന് നിങ്ങൾ പറഞ്ഞതെങ്കിൽ, നേരെ തിരിച്ച് എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് വന്നിട്ട് അതിൻ്റെ പുറകെ ഞാനാണ് വരുന്നതെങ്കിൽ അതിനെ എന്ത് നിങ്ങൾ അതിന് ജീൻസ് വിസ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നിക്കർ വിസ എന്ന് വിളിക്കാം, അല്ലേ? അതെ, നിക്കർ വിസ, ജീൻസ് വിസ, നിക്കർ വിസ എന്ന് വിളിക്കാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ പാവാട എന്ന് പറഞ്ഞാൽ എന്തിനും ഇങ്ങനെ ക്രൈറ്റീരിയ വെച്ചിരിക്കുന്ന പാവാട ഒരു മോശപ്പെട്ട. വേറൊരു കാര്യം അറിയോ, നാട്ടിലെ കൂടുതലും മോശം ചീത്ത വാക്കുകളും സ്ത്രീയെ ബേസ് ചെയ്തെന്നുള്ളതാണ്. അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ നാട്ടിൽ വേണ്ട ഏറ്റവും അമൂല്യമായിട്ടുള്ളൊരു സംഭവമാണ്. കാര്യം അതിനൊരു മോശം ചീത്ത വാക്ക് പറയുമ്പോഴാണല്ലോ മറ്റൊരാൾക്ക് ഹോണ്ട് ചെയ്യുന്നത്, അപ്പോഴാണല്ലോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്നാലും അത് പ്രത്യക്ഷത്തിൽ അവർക്ക് പറയാനും സാധിക്കത്തില്ല. ഒട്ടുമിക്ക എന്താ പറയുക ചീത്തയായിട്ടുള്ള വാക്കുകളും വരുന്നത് എന്താ പറയുക അമ്മ എന്നുള്ള ഒരു സംഭവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. ഒരിക്കലും അച്ഛനെ വെച്ചിട്ട് ഞാൻ ഇതുവരെ ഒരുപാട് കേട്ടിട്ടില്ല കേട്ടോ. ഉണ്ട്, പക്ഷെ എന്നാലും പോപ്പുലർ അല്ല. പൊതുവെ അമ്മേനെ ആയിരിക്കും പറയാം. എന്ത് പറയുമ്പോഴും ലാസ്റ്റ് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയിടും, അല്ലെങ്കിൽ വൈഫിനെ പറയും. പെണ്ണ് ലാസ്റ്റ് പെണ്ണിനെയാണ് ആ മോശം വാക്ക് അവസാനം വരുന്നത് ഒരു പെണ്ണിനെ തന്നെ ആയിരിക്കും. അതൊരു ബാഡ് വേർഡ് എന്തായിക്കോട്ടെ, അത് യൂസ് ചെയ്ത് അവസാനം വന്ന് ലാൻഡ് ചെയ്യുന്നത് ഒരു സ്ത്രീയിലാണ്. അപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അമൂല്യമുള്ളതും, എന്നാൽ അത് എന്താ പറയാ പുരുഷന്റെ ഇടയിൽ കിടക്കുകയും വേണം. അപ്പൊ നമ്മുടെ ഒരു രീതിക്ക് എന്ന് പറഞ്ഞാൽ ഡോമിനേറ്റഡ് എപ്പോഴും പുരുഷൻ അല്ലേ. പക്ഷെ ആ ഒരു കാലഘട്ടം മാറിയില്ലേ. കാര്യം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു കടയിലേക്കോ എന്തെങ്കിലും ഒരു പർച്ചേസിങ്ങിന് പോകുമ്പോൾ ബസ്സിൽ കയറാൻ വേണ്ടി എന്താ പറയുക, ഒരു കിലോമീറ്റർ മുമ്പേ ഭർത്താവ് നടക്കും, അതിൻ്റെ പുറകെ ഭാര്യമാർ നടക്കും, അതിൻ്റെ പുറകെ കുട്ടികൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അതൊക്കെ ഒരു പഴയ കാലമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ നാട്ടിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് എല്ലാവരെയും ഞങ്ങൾ ഈ പറയുന്നില്ല കേട്ടോ. ഇപ്പൊ ഈ കമന്റ് ആണെങ്കിൽ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ
അതിലും ഉണ്ടാവില്ല കുറച്ച് നെഗറ്റീവ്സ്. പക്ഷെ ആ നെഗറ്റീവ്സ് കൂടി വന്നപ്പോൾ ഞങ്ങൾ അതിനൊരു റെസ്പോൺസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുത്ത് പറയുന്നത്. ഇനി ഇതിൻ്റെ പുറമെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ചിട്ട, അതായത് ഒരു പെണ്ണ് ഇതിലുപരി അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഇത് പറയരുത്, അത് പറയരുത്, ഇനി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ പോലും വോയിസ് അല്ലെങ്കിൽ ഒരു ടോൺ ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ഒരു ടോൺ ചേഞ്ച് കാരണം എന്താ പറയുക, ഹസ്ബൻഡ് സഫർ ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്നത് വളരെ മോശമല്ലേ? അപ്പോൾ എത്രയോ ആൾക്കാർ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുമ്പോൾ മറ്റുള്ളവർ വന്നിട്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും, അയ്യോ അവൻ്റെ വർക്കിൻ്റെ സ്ട്രെസ്സല്ലേ, അപ്പം ആ സ്ട്രെസ്സല്ലേ വീട്ടിൽ വന്ന് തീർത്തതെന്ന്. നേരെ തിരിച്ചൊരു വൈഫ് ജോലി ചെയ്ത് സാലറി ഉണ്ടാക്കിയിട്ടാണെങ്കിലും വീട്ടിൽ വന്നിട്ട് അവരുടെ ഒരു ഡിസിഷനിൽ, അതില്ലെങ്കിൽ ആ ഒരു ഫാമിലി മാറ്ററിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഉടനടി അവൻ പെങ്കോന്തനായി, അല്ലെങ്കിൽ അവൾ അഹങ്കാരിയായി, ഫുൾ ഇഷ്യൂസാണ്. അപ്പോൾ ഇത് തന്നെയല്ലേ രണ്ട് ജെൻഡർ ചെയ്യുമ്പോഴും വരുന്നത്. വർക്ക് മാറുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഏർണിങ്സ് വരുന്നില്ലേ? അപ്പോൾ ഈ രണ്ടുപേരും ചെയ്യുമ്പോൾ എങ്ങനെ ഇത് രണ്ട് കാറ്റഗറൈസേഷനിലേക്ക് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കിച്ചണിൽ കയറി ഹെൽപ്പ് ചെയ്താൽ പെങ്കോന്തനായി. നാട്ടിൽ അതുകൊണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതെ, ഇനി അവരുടെ ഫാമിലിയിലുള്ളവർ തന്നെ അങ്ങനെ പറഞ്ഞേക്കാം, പുറത്തുള്ളവരും പറഞ്ഞേക്കാം. കാര്യം അവൻ ആ പെണ്ണിന്റെ കൂടെ പോയിന്നോ അല്ലെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാലേ പ്രശ്നങ്ങളാണ്. അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും. ഇതുപോലുള്ള കുറച്ച് ഈ കരടുകളുണ്ടല്ലോ, അവർ വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഈ വരുന്നത്. അതെ, അവരുടെ ആ ഒരു എന്താ പറയുക എൻട്രി ഒഴിവാക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ആ ഫാമിലി ചിലപ്പോൾ കുറച്ചും കൂടി ഫ്രീഡത്തിലും കുറച്ചുകൂടി ലാഘവത്തോടു കൂടിയും പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ചെറിയ കരട്, അതായത് മറ്റൊരാൾ എന്ത് പറയും എന്നുള്ളൊരു ചിന്ത. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് കൂടുതലും ഹസ്ബൻഡും വൈഫും ഒന്നിച്ച് പോകുന്നത്. അതായത് ചിലപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാറില്ല, അവർ ഫാമിലി ടുഗദർനെസ് എപ്പോഴും ഇയർലി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ ട്രിപ്പ് പോവുക, കാര്യം ചെയ്യുക, അവരുടെ ഫാമിലി ഒന്നും കൂടി ബോണ്ടിങ് കൂട്ടുക എന്നുള്ളത്. അതിനെപ്പറ്റി എന്താ? അതെ, അതും മാത്രമല്ല, കാര്യം ഈ പ്രായമുള്ളവർ കയ്യിൽ പിടിച്ച് ഇവിടെ നടക്കുന്നത് കാണുമ്പോഴുണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്തത് കണ്ണിൽ നിന്ന് എന്താ പറയുക, ഒന്ന് കണ്ണ് നനഞ്ഞു പോകുന്നൊരു ഫീല് നമ്മൾ കാണുന്നത് ഇവിടെ വന്നിട്ടാണ്. ഞാൻ കണ്ടിട്ടില്ല നമ്മൾ നാട്ടിൽ അങ്ങനെ എന്താ പറയുക അത്ര ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ കയ്യിൽ പിടിച്ച് അവർ ഒരു പാർക്കിൽ പോയിരുന്ന സമയം സ്പെൻഡ് ചെയ്യുന്നത്. കാര്യം നമ്മുടെ എന്താ പറയുക അവരുടെ മക്കൾ തന്നെ പറയും, ഈ പ്രായത്തിലാണോ നിങ്ങൾ അല്ലേ, ഈ പ്രായത്തിലാണോ നിങ്ങൾ പ്രണയിക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന്. അപ്പോൾ അതിൽ നിന്നൊക്കെ പക്ഷേ അതിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ റീസെൻ്റ്ലി ഞാൻ വീഡിയോസ് കുറച്ച് കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പ്രായമായി വാർദ്ധക്യത്തിൻ്റെ അങ്ങ് കൊടുമുനയിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ ഫാമിലീസിനും കാണത്തില്ല, ചിലപ്പോൾ ഈ അപ്പാപ്പനും അമ്മാമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കൈ തലോടിയാലോ ഒരു ഇച്ചിരി വെള്ളം കൈ വിറച്ചിട്ടൊന്ന് വായി വെച്ച് കൊടുത്താലോ ഭയങ്കര സംഭവമായിരിക്കും. അതിൻ്റെ അടിയിൽ കമൻസിൻ്റെ അഭിഷേകമായിരിക്കും, ഇങ്ങനെയാണ് ലവ്, ഇതാണ് പ്രേമം, ഇങ്ങനെ ആയിരിക്കണം പ്രേമം എന്നൊക്കെ പറയട്ടെ. എന്തുകൊണ്ട് നിങ്ങൾ ഈ മരിക്കുന്ന കാലം വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു? നിങ്ങൾക്ക് ജീവിക്കുമ്പോൾ പ്രേമിച്ചൂടെ? അങ്ങനെ പ്രണയിക്കാൻ സാധിക്കില്ല. കാര്യം ഇതുപോലുള്ള ആൾക്കാർ, അതായത് ഈ പ്രോസസ്സിൽ ഈ ഒരു കമന്റിൽ വന്നിരിക്കുന്ന കൂടുതൽ ആൾക്കാർ റിലീജിയസ് അഡിക്റ്റ് ആയിട്ടുള്ളവരായിരിക്കാൻ സാധ്യതയുണ്ട്. കാര്യം അവർക്കൊരിക്കലും അങ്ങനെ ഒരു പ്രണയമോ അല്ലെങ്കിൽ ഒരു ലൈഫ് ബാലൻസിങ്ങോ കൊണ്ടുപോകാൻ പറ്റില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാനുള്ള ഒരു യന്ത്രം മാത്രമാണോ? ഈ ഒരു പ്രോസസ്സിന് വേണ്ടി മാത്രമല്ല, കിച്ചണിൽ പാത്രം കഴുകാനോ നിങ്ങൾക്ക് എന്താ പറയുക പുരുഷന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരല്ലോ അല്ല. നിങ്ങൾ ജോലി ചെയ്തിട്ട് വന്നാലും സ്ത്രീ ഒരുപാട് പണി കിച്ചണിൽ ചെയ്യുന്നുണ്ട്. കുട്ടികളെ നോക്കലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ പോയിട്ട് ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്ന പോലല്ല. കാര്യം ഞാൻ കൊച്ചിനെ നോക്കുമ്പോൾ എനിക്ക് അതിൻ്റെ സിറ്റുവേഷൻസ് അറിയാം, മനസ്സിലായി. ഇപ്പോൾ ഫാമിലി നോക്കിയാലോ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് നോക്കിയാലോ നമുക്ക് സിറ്റുവേഷൻസ് അറിയാം. അപ്പോൾ സ്ത്രീകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പാവാടയെ പറ്റി നിങ്ങൾ മോശമായിട്ട് പറയരുത്. അതായത് നിനക്ക് വേണമെങ്കിൽ ഈ കമൻറ്റ് ചെയ്തവർക്ക് വേണമെങ്കിൽ നിക്കർ വിസയിൽ പോയി എന്ന് പറയാം, അപ്പോൾ എന്നെ ബേസ് ചെയ്യുന്നുള്ളൂ. പാവാട വിസ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്തിനാ സ്ത്രീകളെ മോശപ്പെടുത്തി സംസാരിക്കുന്നത്? എന്ത് വല്ല കാര്യമുണ്ടോ? അതെ, ശരിയാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ വേറൊരു ചേട്ടൻ്റെ കമൻറ്റ് ഉണ്ടായിരുന്നു, എന്താ ഇതിനെ കളഞ്ഞിട്ട് കാനഡയിൽ നിന്ന് ഒന്നിനെ എടുത്തുകൂടെയെന്ന്. ഇത് ഈ കളയുന്നതും എടുക്കുന്നതും അല്ല, ഇത് ഒരു എന്താ പറയുക, നിങ്ങളൊരു സാധനം ഉപയോഗിച്ചിട്ട് അത് വേണ്ട, അത് ശരിയായില്ല, കളഞ്ഞേക്കുക, അടുത്തതിനെ എടുക്കുക എന്ന് പറയുന്ന പോലെ എടുക്കുന്ന പോലെ ആണെങ്കിൽ കാനഡയിലെ ഒരെണ്ണത്തിനെ നാട്ടിൽ മേയ്ക്കാൻ പറ്റാത്ത ഒരാൾക്ക്, അതായത് നാട്ടിൽ ഒന്ന് കൊണ്ടുനടക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും കനേഡിയനെ കൊണ്ടുനടക്കാൻ പറ്റത്തില്ല. കാരണം അവർ കൂടുതൽ 100% ഇക്വാലിറ്റി പഠിച്ചു വരുന്നവരാണ്. ചെറുപ്പം മുതലേ അവർ ഗേൾ ബോയ് എന്നുള്ള ഡിഫറൻസിയേഷനിലല്ല വളരുന്നത്. അപ്പോൾ അവരവരുടെ ഫാമിലി ലൈഫിലും അത് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇറ്റ്സ് നോട്ട് ഈസി. അതായത് നമ്മുടെ നാട്ടിലെ ഒരാൾക്ക് കല്യാണം കഴിച്ചിട്ട് അവിടുത്തെ ഒരു കൾച്ചറിൽ ഒരിക്കലും മറ്റൊരു ഫോറിൻ കൾച്ചറിലുള്ളൊരു ഗേളിനെ എടുത്തിട്ട് ഇത്രയും റെസ്ട്രിക്ഷൻസ് ഒരു പെണ്ണിന് വെക്കുന്ന ഒരാൾക്ക് എനിക്ക് തോന്നുന്നില്ല അത് പോസിബിളായിട്ട് വരുമെന്ന്. അതെ, അപ്പോൾ
ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഷയം. ഞങ്ങൾ സംസാരിച്ച് വന്നത്, ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്ത സബ്ജക്റ്റ് ഇതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നവരെ ബൈ.